സ്പെബയിലെ അലർജിക്കുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്? സ്പെബയിലെ അലർജിക്ക് ശരിക്കും ശാസ്ത്രീയമായതും ഏറ്റവും ഫാസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പലപ്പോഴും ഏത് ഘട്ടത്തിലുള്ള ഇപ്പൊ ആസ്മയില് ഇൻഹേലർ തെറാപ്പിയാണ് ഏറ്റവും വ്യാപകമായിട്ട് കുട്ടികൾക്ക്. നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും. ഒരു 10-15 കൊല്ലം മുമ്പുള്ള സ്ഥിതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ എല്ലാവരും സ്പേസർ ആയിട്ടാണ് നടക്കുന്നത്, ഇൻഹേലർ ആയിട്ടാണ്. അങ്ങനത്തെ ഒരു സ്ഥിതി ആവശ്യമില്ല. ഇപ്പൊ ഇൻഹേലറിന്റെ കുഴപ്പങ്ങളും കുഴപ്പമില്ലായ്മയും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ശാസ്ത്രീയമായ ഫലപ്രദമായ സുരക്ഷിതമായ ചികിത്സയുള്ളപ്പോ ഇൻഹേലറിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് നീർക്കെട്ട് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ശ്വസന പദത്തിലുള്ള നീർക്കെട്ടിനെ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ പൊതുവെ പാരന്റ്സിനൊരു ടെൻഷൻ. ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ, കഷായം, അങ്ങനെയല്ല സ്പീബ. സ്പീബയില് ഗ്രാന്യൂൾ ഡോസേജസ്, ഫ്രാഗ്മെന്റഡ് ഡോസേജ് അപ്രോച്ച് ഞങ്ങൾ കൊണ്ടുവന്നുണ്ട്. അപ്പൊ വളരെ മിനിമം മെഡിസിൻ ആണ്, വളരെ നെഗ്ലിജിബിൾ ഡോസ് ഓഫ് മെഡിസിൻ. അതും ഫസ്റ്റ് സ്റ്റേജ് ഒരു 8 ദിവസമാണ്. 8 മുതൽ 10 ദിവസം വരെ മിനിമം മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നീർക്കെട്ട് ഇല്ലാതായി കുട്ടിക്ക് ശ്വസനം ഈസി ആവുന്നു. ഈ അലർജിക് റൈനൈറ്റിസ്, കണ്ണ് ചൊറിച്ചില്, തുമ്മല്, ഇതിന്നൊക്കെ ഓരോ ദിവസം കഴിയുന്നതോറും ഇംപ്രൂവ് ചെയ്ത് വരും. അപ്പൊ വളരെ ഫാസ്റ്റ് ആണത്. പ്ലസ് അത് ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജില് ഞാൻ പറഞ്ഞല്ലോ, ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷൻ ആണ് കാരണം. അപ്പൊ ഇമ്മ്യൂണിറ്റിയെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഒരു 10 ഡേയ്സും കൂടെ ഒരു ട്രീറ്റ്മെന്റ്. അതും ഇന്റേണൽ മെഡിസിൻ ആണ്, അല്ലാതെ എക്സ്റ്റേണലി എണ്ണ ഇടുക, പഞ്ചകർമ്മം, ഇതിലൊന്നും കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്കും ആവശ്യമില്ല. ഇനി വേറെ കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം, സെലൈൻ, മൂക്കില് സെലൈൻ ഒഴിക്കുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ്. കാരണം എന്താന്ന് വെച്ചാൽ മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടുന്നതാണ് ഈ മൂക്ക് അടയാൻ ഉള്ള കാരണം. അപ്പൊ സെലൈൻ ഒരു ഇറിറ്റന്റ് ആണ്. നേസൽ മ്യൂക്കോസിനെ ഇറിറ്റേറ്റ് ചെയ്ത് വീണ്ടും ഒരു ചെറിയ ഒരു മ്യൂക്കോളൈറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും പിന്നെയും മ്യൂക്കസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വെറും ഒരു ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വളരെ റിഡക്ഷനിസ്റ്റ് ചികിത്സകളാണ്. ശരിയായ ട്രീറ്റ്മെന്റ് വളരെ മിനിമൽ ഡോസും ന്യൂട്രീഷൻ, സയന്റിഫിക് ന്യൂട്രീഷൻ ഷെഡ്യൂൾ ഉണ്ട്. അത് വളരെ ഈസിയാണ്. ചെറിയ മോഡിഫിക്കേഷൻ ആണ് ഡയറ്റില്. അത് മാക്സിമം 20 ഡേയ്സ് ആണ് ആ ഡയറ്റ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, TH1 ആൻഡ് TH2 സൈറ്റോകൈൻസ്. അപ്പൊ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ കുട്ടിയെ എത്ര ശാസ്ത്രീയമായിട്ട് ഇൻഫെക്ഷൻ മാറ്റുന്നു. സ്പീബയിൽ തന്നെ വന്ന് ഇൻഫെക്ഷൻ മാറ്റുകയാണെങ്കിൽ ഒരു അലർജി ഉള്ള കുട്ടിക്ക് അലർജി വരാനുള്ള സാധ്യത പിന്നെയും കുറയാണ് ചെയ്യേണ്ടത്. ഇനി ഇതൊന്നും കൂടാതെ എക്സസൈസിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനിയിപ്പോ കുട്ടിക്ക് ഒരു 15 മിനിറ്റ്സ് ഔട്ട്ഡോർ ഗെയിംസ്, അത് നമ്മൾ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അതും കൂടി ചികിത്സയുടെ ഒരു ഭാഗമാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ അലർജിയുടെ ടെൻഡൻസി തന്നെ വളരെയധികം കുറയും. ഓക്കെ.